സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് സമാഗതമായി നിൽക്കുന്ന ഈ സമയത്ത് ശഅബാനിനെ നാം ഉപയോഗപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യത കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ചതാണ്. അത് ഉപയോഗപ്പെടുത്തുന്നിടത്ത് ഏറ്റവും പ്രധാനമായി വിശ്വാസരംഗം ശരിപ്പെടുത്തുന്നവർക്കാണ് അമലുകൾ സ്വീകരിച്ചുകൊണ്ട് സ്വീകരിക്കപ്പെട്ട അമലുകളുമായി റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലേക്ക് എത്താൻ സാധിക്കണമെങ്കിൽ ജീവിതത്തിൽ വിശ്വാസരംഗം ശരിപ്പെടുത്തണം എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഉണർത്തിയത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ ഫഹുവ മുഅ്മിൻ. ആണാവട്ടെ പെണ്ണാവട്ടെ അമലുസ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുന്ന ആളുകൾ ഫഹുവ മുഅ്മിൻ എന്നവർ ഈമാനോടുകൂടി മുഅ്മിനായിക്കൊണ്ടാണ് വർദ്ധിപ്പിക്കുന്നതെങ്കിൽ ഫലനുഹയ്യന്നഹു ഹയാത്തൻ ത്വയ്യിബ, അവർക്ക് അല്ലാഹു ത്വയ്യിബായ ഒരു നല്ല ജീവിതം അല്ലാഹു ഇഹലോകത്തും പരലോകത്തും അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയത് കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസരംഗം ശരിപ്പെടുത്തി ഒരു റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ വിശ്വാസരംഗം ശരിപ്പെടുത്തി പോകണമെന്ന് ഇസ്ലാം നിർബന്ധമായി കൽപ്പിക്കുന്നത് പോലെ തന്നെ മറ്റൊരു വിഷയമാണ് ജീവിതത്തിൽ മനസ്സുകൊണ്ട് കൽബ് കൊണ്ട് ഒരുങ്ങി പുറപ്പെട്ടു പോകുന്നിടത്ത് ഏറ്റവും പ്രധാനമാണ് റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ബന്ധങ്ങളെ ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത്. മനസ്സ് നന്നാക്കാത്തവർക്ക് ഒരിക്കലും റമദാനിൻ്റെ ഖൈറ് നേടിയെടുക്കാൻ സാധ്യമല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, റമദാനിൻ്റെ ഒരുപാട് ഖൈറും ഒരുപാട് ബർക്കത്തുകളും റമദാനിനുണ്ട്. ഷഹ്റുൻ മുബാറക്കുൻ, ഇത് അനുഗ്രഹീതമായ മാസമാണ് എന്ന് റമദാനിനെ സംബന്ധിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ട്. ഒരുപാട് ഖൈറുകളുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്ക് മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിം. ആരെങ്കിലും അതിൻ്റെ ഖൈറിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ വമ്പിച്ച നഷ്ടക്കാരനാണ്. പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റുന്നൊരു മാസത്തിലേക്കുള്ള കാൽവെപ്പ്, തിന്മകളെ ജീവിതത്തിൽ ഈ ഒരു റമദാനോടുകൂടി തുടച്ചു നീക്കണമെന്ന് തീരുമാനിക്കുന്നവർക്ക് വിജയം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മാസത്തിലേക്കുള്ള കാൽവെപ്പ്. ആ രൂപത്തിൽ സഹോദരങ്ങളെ, നമ്മൾ അമലുകൾ ചെയ്യാൻ വേണ്ടി പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് എൻ്റെ സ്വഭാവം കൊണ്ട്, എൻ്റെ പെരുമാറ്റം കൊണ്ട്, എൻ്റെ ജീവിതത്തിലെ ഇടപാടുകൾ കൊണ്ട്, ഇടപെടലുകൾ കൊണ്ട് എൻ്റെ റമദാനിൻ്റെ ഖൈർ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഒരു പുനർവിചിന്തനം നമ്മുടെ കൽബിനോട് നമ്മൾ നടത്തൽ അനിവാര്യമാണ്. നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നതാണ്. അതിലേറ്റവും പ്രധാനമാണ് കുടുംബ ബന്ധം. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പരാമർശിച്ചു പോയെങ്കിലും കുടുംബ ബന്ധത്തെയും അയൽപ്പക്ക ബന്ധത്തെയും ആദർശ ബന്ധങ്ങളെയും വിളക്കിച്ചേർക്കാനുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. അല്ലാഹ് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവർ ആരാണോ അവരെ സംബന്ധിച്ച് അല്ലാഹു പരാമർശിച്ച വാചകമാണ് അവരാണ് ഭൂമി ലോകത്തെ ഏറ്റവും വലിയ കുഴപ്പക്കാർ. ഭൂമിയിൽ ഏറ്റവും വലിയ പ്രശ്നക്കാരാരാ? ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നവരാണ്, കുടുംബ ബന്ധത്തെ തകർക്കുന്നവരാണ്, അയൽപ്പക്ക ബന്ധങ്ങളെ തകർക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരാണ്, ആദർശ ബന്ധത്തിനിടയിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഭൂമി ലോകത്തെ ഏറ്റവും വലിയ കുഴപ്പക്കാരെന്ന് പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചതാണ്. നാളെ പരലോകത്തവർക്ക് നിന്ദ്യമായ ശിക്ഷ അവർക്കുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തിയ സംഭവമാണ്. അതിൽ പ്രധാനം സഹോദരങ്ങളെ, വാശിയും വൈരാഗ്യവും വക്കാണവുമൊക്കെ കുടുംബത്തിൽ നിരന്തരം അതിനുവേണ്ടി പോരാടുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് കുടുംബത്തിൽ ഇങ്ങനെ വിള്ളലുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറേ മനസ്സുകൾ. അല്ലാഹു ഈമാനുള്ള നെഞ്ചകം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്.
ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിനെ കുടുംബത്തിൽ ഇങ്ങനെ പെരുപ്പിച്ചു കാണിച്ച് ആ കുടുംബത്തിലുള്ള എല്ലാ ദിക്കിലുള്ളവർക്കും ഒരാളെ സംബന്ധിച്ച് രണ്ടാളെ സംബന്ധിച്ച് ഫിത്നകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ. അത് ഒരു വ്യക്തിയിൽ ഒതുക്കി അയാളോട് പറഞ്ഞു തീർക്കേണ്ട ചെറിയ ചെറിയ പ്രശ്നങ്ങളെപ്പോലും മറ്റുള്ള കുടുംബത്തിലെ ഒരു മരത്തിൻ്റെ എല്ലാ ചില്ലകളിലേക്കും മരത്തിൻ്റെ ചില്ലകളിലേക്കും വിഷം പടർത്തുന്നത് പോലെ ഇന്ന് നമ്മുടെ നാടുകളിൽ കുടുംബത്തിൻ്റെ എല്ലാ ദിക്കുകളിലേക്കും ഫിത്ന പരത്തുന്ന ആളുകളുണ്ട്, ഇല്ലേ? കുടുംബ ബന്ധങ്ങളെ തകർക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കുന്നത് പോലെ അത്തരം ബന്ധങ്ങളെ മുറിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾക്ക് അവർ മനസ്സിലാക്കണം, റമദാനിന്റെ ഒരു ഖൈറും അവർക്ക് ലഭിക്കുകയില്ലെന്ന് മാത്രമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പരിപൂർണമായി പ്രവേശിക്കുകയില്ല. ആരാണവർ? ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹിം, കുടുംബ ബന്ധം മുറിക്കുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. കുടുംബബന്ധം മുറിക്കുന്നവർ സ്വർഗത്തിലേക്ക് അവർ പ്രവേശിക്കാൻ നോക്കൂ നിങ്ങൾ, സ്വർഗത്തിലേക്ക് അവർ പരിപൂർണമായി പ്രവേശിക്കില്ല എന്നാണ്. അവനെന്ത് ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല, അവന്റെ അമലുകൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയരുകയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും റഹ്മാനായ റബ്ബിന്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടും. എല്ലാവരുടെ അമലുകളും അല്ലാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുമ്പോ ഒരുത്തന്റെ അമലിനെ അല്ലാഹു സ്വീകരിക്കുകയില്ല, അല്ലാഹു അത് തിരിച്ചു വിടുന്നതാണ്. ആരുടെ അമലാണത്? അവന്റെ അമൽ എനിക്ക് വേണ്ട. ഞാനവനോട് വിളക്കി ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ ചേർക്കാൻ പറ അവനോട്, എന്നിട്ടും മതി അവന്റെ അമൽ എനിക്കെന്ന് റബ്ബ് കൽപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, കുടുംബബന്ധം മുറിച്ചവന്റെ അമൽ റബ്ബിന്റെ അടുക്കലേക്ക് ഉയരുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നോമ്പൂറ്റിട്ട് എന്താ കാര്യം? റമദാനിന്റെ ഖൈറിലേക്ക് കാലെടുത്തു വെച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? റമദാനിന്റെ ബർക്കത്ത് കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ പോരാ, ഖൽബ് കൊണ്ട് ഒരുക്കണം സഹോദരങ്ങളെ. അല്ലാഹ് തൃപ്തിപ്പെട്ടവരായി ഈ റമദാനിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവണം. അതുകൊണ്ട് ഇന്ന് ഖുതുബ കഴിഞ്ഞ്, നിസ്കാരം കഴിഞ്ഞ്, ജുമുഅ കഴിഞ്ഞ് വീട്ടിൻ്റെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം വിളിച്ചോ, തൻ്റെ കുടുംബത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കി ഒരു ഫോൺ കോൾ പോലും ചെയ്യാതെ വാശി പിടിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർത്തിട്ട് മതി സഹോദരങ്ങളെ റമദാനിലേക്ക് കാലെടുത്തു വെക്കാൻ. അല്ലെങ്കിൽ ഖൈറില്ല. എന്ത് നന്മയാണ് അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക? അതുകൊണ്ട് ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കണം, കുടുംബ ബന്ധം മുറിക്കുന്നവരെ സംബന്ധിച്ച് ഒന്ന് പറഞ്ഞത് അവർക്ക് സ്വർഗം നഷ്ടപ്പെടുമെന്നുള്ളതാണ്. രണ്ടാമത് പ്രയോഗിച്ചത് കുടുംബ ബന്ധം മുറിക്കുന്നവന്റെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. മൂന്നാമത്തത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുമായുള്ള ബന്ധം അല്ലാഹു മുറിച്ചു കളയുന്നതാണ്. കുടുംബ ബന്ധം മുറിച്ചവന്റെ അവനുമായുള്ള ബന്ധം അല്ലാഹു മുറിച്ചു കളയും. ഹദീസിൽ കാണാം, കുടുംബ ബന്ധത്തെ അല്ലാഹു സൃഷ്ടിച്ചു, ആദർശ ബന്ധത്തെ അല്ലാഹു സൃഷ്ടിച്ചു, അതേപോലെ തന്നെ അയൽപക്ക ബന്ധത്തെയും അല്ലാഹു സൃഷ്ടിച്ചു. ഈ മൂന്നെണ്ണത്തിനെയും സൃഷ്ടിച്ചതിനു ശേഷം ബന്ധങ്ങളോട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, ബന്ധങ്ങളെ നിങ്ങൾ തൃപ്തരല്ലേ? ഹദീസിൽ കാണാം, ഖാമർ റഹ്മാ, കുടുംബബന്ധം എഴുന്നേറ്റ് നിന്നിട്ട് റബ്ബിനോട് പറഞ്ഞു, റബ്ബേ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറയണം. എന്താ തീരുമാനം? എന്നെ ആളുകൾ വെറുതെ മുറിച്ചു കളഞ്ഞുകൊണ്ടിരിക്കും, അതുകൊണ്ട് റബ്ബേ എനിക്കൊരു തീരുമാനം വേണമെന്ന് കുടുംബബന്ധം പറയുമ്പോ കുടുംബബന്ധത്തിനോട് റബ്ബ് പറഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, കുടുംബബന്ധമേ, നീയുമായി ആരാണോ ബന്ധം ചേർത്തത് ഞാൻ അവനുമായി ബന്ധം ചേർത്തിരിക്കുന്നു. നീയുമായി ആരാണോ ബന്ധം മുറിച്ചു കളഞ്ഞത് അവനുമായി ഞാനും ബന്ധം മുറിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. കുടുംബബന്ധം മുറിച്ചവനോട് അല്ലാഹ് ബന്ധം മുറിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വാശിക്ക് സ്ഥാനല്ല, വൈരാഗ്യത്തിന് സ്ഥാനല്ല, നമ്മൾ കാണിക്കുന്ന വെറുപ്പിന് സ്ഥാനല്ല, അസൂയക്ക് സ്ഥാനല്ല. ഇല്ല, ഈമാനിനാണ് സ്ഥാനം, നമ്മുടെ നിലപാടുകൾക്കാണ് സ്ഥാനം.
അതുകൊണ്ട് നിലപാട് നന്നാക്കണം. അത് തഖ്വയുടെ അടിസ്ഥാനത്തിലാവണം. തഖ്വയുടെ അടിസ്ഥാനത്തിലാവണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ശുദ്ധീകരിക്കുക, ഖൽബിനെ നിങ്ങൾ ശുദ്ധീകരിക്കുക. അലാ വ ഇന്ന ഫിൽ ജസദി മുദ്അ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, അത് നന്നായാൽ മനുഷ്യന്റെ ശരീരം മുഴുവനും നന്നായി. വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് കേടുവന്നാലോ മനുഷ്യന്റെ ശരീരം മുഴുവനും കേടുവന്നു. അലാ, നിങ്ങൾ അറിയണം, വഹിയൽ ഖൽബ്, അതാണ് നിങ്ങളുടെ ഹൃദയമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയം നന്നാക്കിയാൽ ശരീരം മുഴുവനും നന്നാവും. ഹൃദയം കേടുവന്നാലോ എത്ര നല്ല കുപ്പായിട്ടിട്ടും കാര്യമില്ല. അവൻ്റെ ഖൽബ് മലീമസമാണ്, അവൻ്റെ ജീവിതം മലീമസമാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കണം സഹോദരങ്ങളെ. അതാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആരാണോ അതിനെ നന്നാക്കുന്നത് അവർ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ മലീമസമാക്കിയവർ പരാജയപ്പെട്ടിരിക്കുന്നു. ദുനിയാവിലും ആഖിറത്തിലും അവർ പരാജയത്തിലാണ്. അതുകൊണ്ട് കുടുംബങ്ങളിലാവട്ടെ, അയൽപ്പക്കങ്ങളിലാവട്ടെ, ആദർശ ബന്ധുക്കൾക്കിടയിലാവട്ടെ, പറഞ്ഞതും ചെയ്തതും കൊടുക്കാനുള്ളതും കൊടുത്തു തീർക്കാനുള്ളതും തന്ന് ഇടപാടുകൾ പരസ്പരം പൊരുത്തപ്പെടിക്കാനുള്ളതൊക്കെ ഉണ്ടാവും. എല്ലാം ശരിയാക്കണമെന്നർത്ഥം, എല്ലാം ശരിയാക്കണമെന്നർത്ഥം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയത് സഹോദരങ്ങൾ. അതുകൊണ്ട് സൂക്ഷിക്കുക. നിങ്ങൾ നോക്കൂ, മഹാനായ സുഫിയാൻ ഇബ്നു ദീനാർ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, മഹാനായ താബിഈ പണ്ഡിതനാണ് സുഫിയാൻ ഇബ്നു ദീനാർ. താബിഈ പണ്ഡിതനായ സുഫിയാൻ ഇബ്നു ദീനാർ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കൂട്ടുകാരനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. സുഫിയാൻ ഇബ്നു ദീനാർ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടുകാരനെ കണ്ടപ്പോൾ, താബിഈ പണ്ഡിതനായ ഒരു വ്യക്തി അലി റളിയല്ലാഹുവിൻ്റെ കൂട്ടുകാരനെ കാണാമെന്ന് പറഞ്ഞാൽ സ്വഹാബിയുടെ കൂട്ടുകാരനാണ്. സ്വഹാബിയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടുകാരനെ കണ്ടപ്പോൾ സ്വഹാബികളുടെ കൂടെ ജീവിച്ച വ്യക്തിയാണ്, കൂടുതൽ പരിചയപ്പെട്ടു. എന്നിട്ട് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം ചോദിക്കുകയാണ്, അഖ്ബിർനി, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടുകാരനോട് സുഫിയാൻ ഇബ്നു ദീനാറിൻ്റെ ചോദ്യം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. എന്താ പറയേണ്ടത്? അൻ അഅ്മാലു മൻ കാനൂ ഖബ്ലനാ, മുൻഗാമികളായ ആ സ്വഹാബികളുടെ അമലുകളുടെ അവസ്ഥ എന്താണ്, അവരുടെ അമലുകളെക്കുറിച്ച് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? സുഫിയാൻ ഇബ്നു ദീനാറിനോട് സുഫിയാൻ ഇബ്നു ദീനാർ ആ വ്യക്തിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം, കാനൂ യഅമലൂന യസീറ വയുജറൂന കസീറ. കാനൂ, അവരെങ്ങനെയായിരുന്നു? യഅമലൂന യസീറ വയുജറൂന കസീറ, അവരുടെ അമലുകൾക്കനുസരിച്ചല്ലെങ്കിൽ അവരുടെ അമലുകളുടെ തോത് അത് എത്ര കുറഞ്ഞാലും അവർക്ക് പ്രതിഫലം കൂടുതലായിരിക്കും. സ്വഹാബത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരുപാട് അമലുകൾ ചെയ്ത ആളുകളാണ്. സുഫിയാൻ ഇബ്നു ദീനാറിനോട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്, അവരിഞ്ഞ അമല് കുറച്ച് ചെയ്താൽ തന്നെ അവർക്ക് കൂലി കൂടുതൽ കിട്ടും. ഉടനെ സുഫിയാൻ ഇബ്നു ദീനാർ ചോദിച്ചു, വലി മദാഖ്, അതെന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അതെന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? ആ സമയത്ത് മഹാനായ സുഫിയാൻ ഇബ്നു ദീനാർ ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ? ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടുകാരൻ പറയാണ്, ഖാല, അദ്ദേഹം പറഞ്ഞു, ലിസലാമത്തി സുദൂരിഹിം, സ്വഹാബികളുടെ സുദർ, സ്വഹാബികളുടെ ഹൃദയം സലാമത്തായിരുന്നു, സമാധാനമുള്ളതായിരുന്നു. വാശിയില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല, അസൂയയില്ല, പകയില്ല, ഒന്നുമില്ലാത്തൊരു കൽബ്. മനസ്സിലേക്ക് കയറി വരുമ്പോഴേക്ക് ഇസ്തിഗ്ഫാറിനെ തേടി അവരുടെ കൽബ് അവർ ശുദ്ധീകരിക്കും. മുഹബ്ബത്തുല്ലാഹി വ റസൂലി, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഹുബ്ബ് അവരുടെ കൽബിലുണ്ടായി. ആ ഹുബ്ബ് ജീവിതത്തിലുണ്ടോ സഹോദരങ്ങളെ, നമ്മുടെ കൽബിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഏതൊരു അമലിലേക്ക് പ്രവേശിക്കുമ്പോഴും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ഏതൊരു ഇബാദത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ഈമാനിൻ്റെ മധുരം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവേശിക്കാൻ കഴിയണം. റമദാനിലേക്ക് പ്രവേശിക്കുകയാണ്, അമലുകൾക്കൊരു മാധുര്യമുണ്ട്, ആസ്വദിച്ചുകൊണ്ട് റമദാനിനെ ആസ്വദിക്കാൻ കഴിയണം. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, 3 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അവർ ഈമാനിൻ്റെ മധുരം നുകർന്നവരാണ്. അതിലൊന്നു പറഞ്ഞത് യകൂനല്ലാഹു വ റസൂലഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ,
എല്ലാത്തിനേക്കാളും അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുക. അങ്ങനെ ഇഷ്ടപ്പെടുമെന്നുണ്ടാവും. അള്ളാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെടുമ്പോൾ സഹോദരങ്ങളെ ഇത്തരം തിന്മകളൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ ഇദാ ദആകും ലിമാ യുഹീകും. വിശ്വാസികളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവും അവന്റെ റസൂലും നിങ്ങളെ ഒരു മാർഗത്തിലേക്ക് വിളിച്ചാൽ നിങ്ങൾ ആ വിളിക്ക് വൃത്തിയുള്ള ഒരു ജീവിതത്തിലേക്ക് ആ റബ്ബ് നിങ്ങളെ വിളിക്കുന്നു. അതിന് നിങ്ങൾ ഉത്തരം നൽകണം. അള്ളാഹു നിങ്ങളെ വിളിക്കുന്നത്, അള്ളാഹുവിന്റെ റസൂല് നിങ്ങളെ വിളിക്കുന്നത് ഒരു വൃത്തിയുള്ള ജീവിതത്തിലേക്കാണ്. എല്ലാ അർത്ഥത്തിലും മനസ്സ് ശുദ്ധീകരിച്ച്, ഇബാദത്തുകൾ ശുദ്ധീകരിച്ച്, വിശ്വാസം ശുദ്ധീകരിച്ച്, വൃത്തിയും വെടിപ്പുമുള്ള ഒരു ജീവിതത്തിലേക്കാണ് അള്ളാഹു നിങ്ങളെ വിളിക്കുന്നത്. അതുകൊണ്ട് ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകി റബ്ബിന്റെ കൽപ്പന മാനിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ ഒരുങ്ങണം. അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ട എന്തുണ്ടാവും? ഇഷ്ടപ്പെടേണ്ട രൂപത്തിൽ ഇഷ്ടപ്പെട്ടാൽ സഹോദരങ്ങൾ നമ്മുടെ മനസ്സിനെ കഴുകിക്കളയാൻ കഴിയും, ശുദ്ധീകരിക്കാൻ കഴിയും. തൗബ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു മാസമാണ്. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടി ഖേദിച്ചു മടങ്ങാൻ പറ്റുന്ന ഒരവസരത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതൊരു ചാൻസാണ്. ഇനി ആ ചാൻസ് അടുത്ത വർഷം നമുക്ക് തിരിച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല, അന്നത്തേക്ക് നമ്മൾ ജീവിച്ചിരുന്നോളണമെന്നില്ല. അതുകൊണ്ട് എല്ലാ വാശിയും വൈരാഗ്യങ്ങളും വെറുപ്പും വിദ്വേഷങ്ങളൊക്കെ തുടച്ചു മാറ്റുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചല്ലോ, അമല് കൊണ്ട് ഒരുങ്ങണം, വിശ്വാസം കൊണ്ടൊരുങ്ങണം എന്നതുപോലെ തന്നെ സഹോദരങ്ങളെ, മനസ്സിനെ നന്നാക്കി ഈ വെറുപ്പും വിദ്വേഷമൊക്കെ ഉള്ള മനസ്സൊക്കെ മാറ്റിയിട്ട് അതൊക്കെ നന്നാക്കിയിട്ട് ആ ബന്ധങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ശുദ്ധീകരിച്ചിട്ട് റമളാനിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയണം. നമ്മൾ ഒരു റമളാനിയത്തിൻ്റെ ആൾക്കാരായിട്ട് മാറുകയാണ് പലപ്പോഴും. ഒരു റമളാൻ്റെ ആൾക്കാർ, റമളാന് മാത്രമേ നമുക്ക് വലുതായി കാണുന്നുള്ളൂ. സഹോദരങ്ങളെ, റമളാനിന് ഖൈറും റമളാനിന്റെ മഹത്വവും ഹദീസുകളിലും ആയത്തുകളിലും വിവരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഖൈറും മഹത്വവും ഒക്കെ ലഭിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ. അതുകൊണ്ടാണ് റമളാനിന് ഖൈറൊക്കെ ലഭിച്ചതെങ്കിൽ ആ ഖുർആൻ പറഞ്ഞ പോലെ ജീവിക്കാൻ നമ്മൾ ഒരുക്കമാണോ? അവിടെയാണ് പ്രധാനം. അതുകൊണ്ട് കുടുംബാണ്, അയൽപ്പക്കാണ്, ആദർശ ബന്ധുക്കളാണ്, ഇണങ്ങിച്ചേർന്നൊക്കെ ജീവിക്കുന്നിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാകും. ചിലപ്പോൾ വാശിയോ വൈരാഗ്യങ്ങളൊക്കെ മനുഷ്യരെന്ന നിലക്ക് വന്നിട്ടുണ്ടാവും. അതൊക്കെ ഒരു ഫോൺ കോളിലൂടെ, ഒരു സലാം പറച്ചിലൂടെ തീർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ യദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ മുഅ്മിനാകുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. വലാ തുഅ്മിനൂ, നിങ്ങൾക്ക് മുഅ്മിനാവാനും കഴിയില്ല. ഏതുവരെ? ഹത്താ തഹബ്ബൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ. സ്വർഗം കിട്ടണമെങ്കിൽ ഈമാൻ ഉണ്ടാവണം. ഈമാനുള്ളവനാകണമെങ്കിൽ മുസ്ലിമീങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ആ സ്നേഹം നിങ്ങൾക്ക് പിടിച്ചു നിർത്താനുള്ളൊരു വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഹത്താ തഹബ്ബൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരസ്പരം സ്നേഹിച്ചാലേ നിങ്ങൾക്ക് മുഅ്മിനാവാൻ കഴിയുള്ളൂ. മുഅ്മിനായാലേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിന്റെ മാർഗം പറഞ്ഞത് അബ്ശുസ്സലാമ ബൈനക്കും, സലാം പറഞ്ഞിട്ട് നന്നാവുക. ആലോചിച്ച് നോക്കി നിങ്ങൾ, പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ബന്ധം മുറിച്ച ആളുകളോടൊന്ന് സലാം പറഞ്ഞ് ഫോൺ എടുത്തിട്ട് അസ്സലാമു അലൈക്കും എന്നുള്ളൊരു വാക്ക് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുളിരുണ്ട് കൽബിന്. വർഷങ്ങളോളം പിണങ്ങിയവരാകാം, വർഷങ്ങളോളം തെറ്റിയവരാകാം, പക്ഷേ ഒറ്റ സലാം പറച്ചിലുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കാൻ പറ്റും സഹോദരങ്ങളെ. ബന്ധങ്ങൾ ശുദ്ധീകരിക്കാൻ കഴിയും. അതുകൊണ്ട് സൂക്ഷ്മത ജീവിതത്തിൽ കൈവരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി
എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റമദാനിനു വേണ്ടി മുന്നൊരുക്കം നടത്തി, ബന്ധങ്ങൾ ശുദ്ധീകരിച്ച്, വിശ്വാസരംഗം ശരിപ്പെടുത്തി, കർമ്മങ്ങൾ കൊണ്ട് റമദാനിനെ ധന്യമാക്കാൻ വേണ്ടിയുള്ള ഒരുക്കം നടത്തുന്നവരായി നമ്മൾ മാറുക. ഇവിടെ ശഅബാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ശഅബാൻ നമ്മളിൽ നിന്ന് അവസാനിച്ച് റമദാനിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ശരിയാക്കേണ്ടതും തർത്തീബാക്കേണ്ടതും നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിച്ച് റമദാനിന് വേണ്ടി ഒരുങ്ങി ശുദ്ധിയായി നമ്മൾ പ്രവേശിക്കുമ്പോൾ നഷ്ടപ്പെട്ട കുറേ നോമ്പുണ്ടാവും സഹോദരിമാർക്ക്. അത് ബാക്കി നോറ്റ് വീട്ടാനുള്ളതൊക്കെ നോറ്റ് വീട്ടി എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കണം. ഒരു വർഷത്തെ നോമ്പ് പൂർത്തിയായി അടുത്ത വർഷത്തെ ഒരു 30 നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് കഴിയാത്ത ആളുകൾ, അതിനില്ലാത്ത ആളുകൾ അതിനുള്ള ഫിദിയകൾ കൊടുത്ത് പരിഹാരങ്ങൾ ചെയ്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ആ നിയമവിധികൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നോമ്പിലേക്ക് പ്രവേശിക്കുക. പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പഠിപ്പിച്ചതുപോലെ പരിശുദ്ധ റമദാനിലേക്കുള്ള കാൽവെപ്പ് നമ്മൾ നടത്തണം. റമദാനിൻ്റെ എല്ലാ ഭാഗങ്ങളും നോമ്പുമായി ബന്ധപ്പെട്ടതിൻ്റെ വിധിവിലക്കുകളൊക്കെ നമ്മൾ പഠിക്കണം. എല്ലാ വിധിവിലക്കുകളും നമ്മൾ പഠിക്കണം. ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഇബാദത്ത് ഇത്തിബാഅോട് കൂടിയാകുമ്പോഴേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഇത്തിബാ ഇല്ലാത്ത കർമ്മങ്ങൾ അള്ളാഹു എന്ത് ചെയ്യൂല, സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. ഇത്തിബാ പ്രധാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ അത് ചെയ്തത്, എങ്ങനെയാണോ ചെയ്യാൻ കൽപ്പിച്ചത്, അതേപോലെ നമ്മുടെ ഇബാദത്ത് നമ്മൾ വർദ്ധിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായിട്ടാണോ നിങ്ങൾ കണ്ടത്, അതേ പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം, നിസ്കരിക്കണം. അത് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. നോമ്പിനെ സംബന്ധിച്ച് പഠിപ്പിക്കുമ്പോഴും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെയാവണം. നിയ്യത്ത് മുതൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പ്രവേശിക്കാൻ കഴിയണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന് പറ്റുന്നൊരവസരമാണ് ഇൻഷാ അള്ളാഹ്. നാളെ നമ്മുടെ പള്ളിയുടെ മുന്നിൽ വെച്ച് നടക്കുന്ന ക്ലാസ്, ബഹുമാന്യനായ അബ്ദുർ റസാഖ് സലഫിയുടെ ക്ലാസ് നടക്കുന്നുണ്ട്. അഹ്ലൻ റമദാൻ എന്നൊരു വിജ്ഞാനത്തിൻ്റെ സദസ്സ്. കുടുംബസമേതം വന്നിരുന്ന് ആ വിജ്ഞാനത്തിൻ്റെ വേദിയിൽ വന്നിരുന്ന് ക്ലാസ് കേട്ട് സംശയങ്ങൾ ദൂരീകരിച്ച് റമദാനിലേക്ക് പ്രവേശിക്കും. ഒരു ഇൽമുമില്ലാതെ, ഒരറിവുമില്ലാതെ നോമ്പിൻ്റെ ആളുകൾ റമദാനിൻ്റെ ആൾക്കാരായി അങ്ങോട്ട് മാറുന്നൊരു സാഹചര്യമല്ല നമുക്ക് വേണ്ടത്. മറിച്ച് ഞാൻ ചെയ്യുന്ന അമലുകൾ ക്വാളിറ്റിയുള്ള അമലാവണം. ഞാൻ ചെയ്യുന്ന ഇബാദത്ത് നല്ല ക്വാളിറ്റിയുള്ള അമലായി എൻ്റെ അമല് മാറണം. എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന അമലുമായി എനിക്കെൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന നല്ല വിചാരത്തോടുകൂടി, നല്ല ചിന്തയോടുകൂടി പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുക. സഹോദരങ്ങളെ, ആ അർത്ഥത്തിലൊക്കെ സൂക്ഷ്മത കൈവരിക്കണം. ഞാൻ നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ ബന്ധങ്ങളെ സംബന്ധിച്ചും കുടുംബ ബന്ധത്തെയും ആദർശ ബന്ധത്തെയൊക്കെ സംബന്ധിച്ച് പഠിപ്പിക്കുമ്പോൾ ഇപ്പോഴും ആ വാശിയൊന്നോട് വിടാൻ കഴിയാതെ ഇനിയിപ്പോൾ അതങ്ങനെ പോട്ടെ എന്നൊക്കെ തീരുമാനിക്കണ കുറേ മനുഷ്യന്മാരുണ്ട്. സ്വർഗം പറഞ്ഞാലും നരകം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും കൽബിലൊരനക്കം വരാത്ത മനുഷ്യന്മാർ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, നിഫാക്ക് പിടികൂടിയ കൽബിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞെടുത്താണ് അള്ളാഹു അത് പ്രയോഗിച്ചത്. ചില തസ്കിയത്ത് കിട്ടിയാലും ഫത്തുബിഅ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന് സീല് വെച്ചതുപോലെയാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. ആ സീല് വെച്ചവരുടെ കൂട്ടത്തിലാണോ നമ്മളൊന്ന് പരിശോധിക്കുക. മുനാഫിക്കുകളുടെ കൂട്ടത്തിലായി നമ്മൾ മാറരുത്. കാപഢ്യമുള്ളവരുടെ കൂട്ടത്തിലായി നമ്മൾ മാറരുത്. പുറംപൂച്ചി ആളുകൾ കാണാൻ വേണ്ടി ഒന്ന് പ്രവർത്തിക്കുകയും ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്കും മറ്റു ജീവിതത്തിലേക്കും പ്രവേശിക്കുമ്പോൾ തോന്നിയതുപോലെ ജീവിക്കുകയും ചെയ്യുന്ന ശൈലിയിലേക്കല്ല നമ്മൾ മാറേണ്ടത്. ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് പരിശുദ്ധ ദീനെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ബന്ധങ്ങളെയും ഒക്കെ ശരിപ്പെടുത്തി ആദർശരംഗത്ത് ഒരു കാരണവശാലും ആദർശരംഗത്ത് വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പോൾ ആദർശത്തിൻ്റെ പേരിൽ അകന്ന കുറേ കുടുംബങ്ങളുണ്ടാകും. അവരെ വിളക്കിച്ചേർക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ള നമ്മളെ ബാധ്യത. പക്ഷേ അത് കാരണം
അവർ നമ്മളൊരു തൗഹീദിന്റെ വഴി സ്വീകരിച്ചു എന്നതുകൊണ്ട് നമ്മളൊരു കുടുംബം അകറ്റി നിർത്തി, കുടുംബത്തിൽ നിന്ന് അകറ്റി നിർത്തിയെങ്കിൽ അത് നമ്മൾ കുറ്റക്കാരല്ല. പക്ഷേ ആ ബന്ധം വിളക്കി ചേർക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് ദീൻ എത്തിച്ചു കൊടുക്കണം. ആ തൗഹീദ് ലഭിക്കാത്തവർക്ക് ദീന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ചരിത്ര സംഭവം നോക്കൂ. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കയറി വന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലേ, എനിക്ക് എൻ്റെ കുടുംബമുണ്ട്, വർഷങ്ങളായി പിണക്കത്തിലാണ്. ഞാൻ എത്ര അവരിലേക്ക് അടുത്താലും, എത്ര അവരിലേക്ക് അടുത്തു പോയാലും അവരെന്നിൽ നിന്ന് അകന്നകന്നു പോകാൻ, അവരെന്നെ ചേർത്ത് പിടിക്കാൻ അവരൊരുക്കല്ല. നോക്കിങ്ങൾ, ഇതൊക്കെ ചെയ്തിട്ടും ചില ആൾക്കാർ അങ്ങനെയാണ്, വിട്ടുകൊടുക്കൂല. ഓൻ്റെ മോഹം എനിക്ക് കാണണ്ട, അങ്ങനെയൊക്കെ വിളിച്ചു പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ. എന്നിട്ട് കുടുംബം അടുത്ത് വരുന്നവരെ പോലും അകറ്റി നിർത്തുന്ന ആളുകൾ. അള്ളാഹു റസൂലിൻ്റെ സ്വഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, എന്നെ ഒരു വ്യക്തി, എൻ്റെ കുടുംബം എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം എന്താ അറിയോ? നീ പറഞ്ഞത് സത്യമാണെങ്കിൽ, നീ അവരോട് സലാം പറഞ്ഞാലും അവർ മുഖം തിരിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ നീ അവരെ ചുടുവെണ്ണീർ തീറ്റിക്കുന്നതിന് തുല്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിൻ്റെ വെണ്ണീർ അവർ തിന്നുന്നതിന് തുല്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗൗരവത്തെ നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ വർഷങ്ങളോളം നമ്മളെ കുടുംബത്തിലെ ജ്യേഷ്ഠനോ അനുജനോ അല്ലെങ്കിൽ അയൽവാസിയോ ആദർശ ബന്ധുക്കളോ പിണങ്ങിയിട്ടുണ്ടെങ്കിലും ശരി, സഹോദരങ്ങളെ, ഒരു റമദാനിൻ്റെ മഹത്വമൊക്കെ ഉൾക്കൊണ്ടിട്ട് ഒരു പക്ഷേ ആ അമലൊക്കെ സ്വീകരിക്കണം എന്നുള്ളതൊക്കെ ഒന്ന് സലാം പറഞ്ഞ് കൈപിടിച്ച് സലാം പറയാൻ വേണ്ടി വരുമ്പോൾ അകറ്റരുത്, ചേർത്ത് പിടിക്കണം. പൊരുത്തപ്പെടാൻ ഞാൻ ഒരുക്കല്ല എന്ന് പറയുന്ന മനുഷ്യന്മാരുണ്ട്. അള്ളാഹ് ഓൻക്ക് പുറത്തു കൊടുക്കണം, പക്ഷേ ഓനൊരാൾക്ക് പുറത്തു കൊടുക്കാൻ ഓൻ ഒരുക്കല്ല. അള്ളാഹിൻ്റെ മഗ്ഫിറത്തും അള്ളാഹിൻ്റെ പാപമോചനമൊക്കെ എനിക്ക് കിട്ടണം, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ അവൻ്റെ സഹജീവികളിൽപ്പെട്ട, അവൻ്റെ കുടുംബത്തിൽപ്പെട്ട, അയൽപക്കത്തിൽപ്പെട്ട, ആദർശ ബന്ധുക്കളിൽപ്പെട്ടവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ അവൻ ഒരുക്കമല്ലെങ്കിൽ പിന്നെ അള്ളാഹിൻ്റെ മഗ്ഫിറത്ത് എവിടെ കിട്ടുക? അതെങ്ങനെ കിട്ടുക? അതുകൊണ്ട് സഹോദരങ്ങൾ, അത് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. എല്ലാ അർത്ഥത്തിലും ആ ബന്ധങ്ങളൊക്കെ വിളക്കി ചേർത്തും ശുദ്ധീകരിച്ചും റമദാനിലേക്ക് പ്രവേശിക്കുക. രണ്ട് കാലും തളർന്ന് ഭൂമിയോട് നിലംപതിക്കുന്നൊരു സമയം നമ്മുടെ ജീവിതത്തിലേക്ക് വരാണ്ട്, മയ്യത്തായോട് കിടക്കുമ്പോൾ നമുക്ക് ബോധ്യാകും ഈ വ്യക്തിയുടെ വില എന്തായിരുന്നു എന്ന് ബോധ്യാകുന്ന സമയമാണ്. അന്ന് കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ പൊരുത്തപ്പെടിച്ചിട്ടോ കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു സലാം കൊണ്ടെങ്കിലും ആ ബന്ധങ്ങളൊക്കെ ഒന്ന് നന്നാക്കി ഒന്ന് വിളക്കി ചേർത്ത് ആ കുടുംബങ്ങളൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക. ഇങ്ങനെ ഒരു റമദാനൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഒരു അവസരം. ഈ അവസരം നമ്മൾ എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടുത്തരുത്. കൃത്യമായ സമയത്ത് അത് ഉപയോഗിച്ചുകൊണ്ട് എല്ലാം ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. റമദാനിന് മുമ്പ് ഈ രൂപത്തിൽ തർത്തീബാക്കേണ്ട കാര്യങ്ങളൊക്കെ ശുദ്ധീകരിച്ച് റമദാനിൻ്റെ മുഴുവൻ ഖൈറും അതിൻ്റെ ബർക്കത്തും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കാനുള്ളത്. ഒന്ന്, നാളെ നടക്കാനിരിക്കുന്ന നമ്മുടെ അഹ്ലൻ റമദാൻ പ്രോഗ്രാമാണ്. എല്ലാവരും കുടുംബസമേതം എത്തിച്ചേരണം. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് വരുന്ന 26-ാം തീയതി നമ്മുടെ സ്റ്റുഡൻസ് കോൺഫറൻസ് പെരിന്തൽമണ്ണയിൽ വെച്ച് ക്യാമ്പസ് കോൺഫറൻസ് നടക്കുകയാണ്. വരാനിരിക്കുന്ന ഒരു വലിയ സമ്മേളനത്തിൻ്റെ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായി നടക്കുന്ന പിന്നെ ഏരിയ തലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകൾ, അതിൽ പെരിന്തൽമണ്ണയിൽ വെച്ച് 26-ന് ക്യാമ്പസ് കോൺഫറൻസ് എന്ന പേരിൽ നടക്കാനിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ കുട്ടികളൊക്കെ അതിലേക്ക് പങ്കെടുപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ലഹരിയുടെയും തോന്നിവാസങ്ങളുടെയും ലോകത്ത് ഇന്ന് മക്കളൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മക്കൾ വഴിതെറ്റാതിരിക്കാൻ വേണ്ടി ദീനിലേക്കുള്ളൊരു ദിശാബോധം അവർക്ക് കിട്ടാൻ പറ്റുന്ന നല്ല വേദിയാണ്. അത് ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു കുടുംബത്തിനുള്ളൊരു സഹായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മഹല്ലിലൊരു ചർച്ച നടന്നിട്ടുണ്ട്. ഒരു ടീം ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ബഹുമാന്യനായ മരണപ്പെട്ടു പോയ മുഹമ്മദ് റിയാസ് എന്ന വ്യക്തിയുടെ കുടുംബത്തിനൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഒരു പ്ലാൻ ചെയ്ത് അതിനൊരു ഒരു ടീമായി ഒരു സംഘം ആളുകൾ അതിന് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് അതിൻ്റെ സഹായം അഭ്യർത്ഥിച്ചു വരുമ്പോൾ ഒരിക്കലും സഹോദരങ്ങളെ ഉള്ളതിൽ നിന്ന് എടുത്തു കൊടുക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കണം. ഉള്ളതിൽ നിന്ന് എടുത്തു കൊടുക്കാനുള്ളൊരു മനസ്സ്, ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രയാസം നീങ്ങിക്കിട്ടാൻ, ഒരു കുടുംബത്തിന് നമ്മൾ താങ്ങായി മാറാൻ പറ്റുന്നൊരവസരമാണ്. അതുകൊണ്ട് ഈ അവസരമൊന്നും പാഴാക്കാതെ നല്ല രൂപത്തിൽ അവരെ സഹായിക്കാനും സഹകരിക്കാനും നമ്മളാൽ എന്ത് കഴിയോ ആ കഴിയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് നൽകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട കുറേ ആളുകളുണ്ട്. നമ്മുടെ ഒരു സഹോദരൻ്റെ കുട്ടി
തീ വെന്ത് കുറച്ച് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിന് പരിപൂർണമായ ശമനം, ഷിഫാഇനെ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാനുള്ള തൗഫീഖ് അള്ളാഹു ആ കുഞ്ഞിന് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മാതാപിതാക്കൾക്ക് അള്ളാഹു ഈമാനും അതുപോലെ തന്നെ ക്ഷമിക്കാനുള്ള കരുത്തും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കുട്ടിയുടെ ഈ പ്രവർത്തനങ്ങൾ കാരണത്താൽ, അല്ലെങ്കിൽ കുട്ടിക്ക് അനുഭവിച്ച ഈ പ്രയാസങ്ങൾ കാരണത്താൽ ക്ഷമിക്കുന്ന ആ കുടുംബത്തിന് അള്ളാഹു അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ നമ്മുടെ മുന്നിലേക്ക് സമാഗതമായി നിൽക്കുന്ന ഈ സമയത്ത് റമദാനിലേക്ക് പ്രവേശിക്കാനും റമദാനിൻ്റെ മുഴുവൻ ഖൈറും ബർക്കത്തും നേടിയെടുക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.